അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ പാസ്റ്റ് എടുത്തിടുന്നേ. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. അഖില, നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടെ. എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്കും നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയടാ. ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത്. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാനും ഒക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചോണ്ടല്ലേടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. 4 ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ. 4 ദിവസം മുന്നേ എന്താ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹേ ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. യെസ് ഡിയർ. ശരി. ഞാൻ അല്ല, എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ അത്രയും നല്ല മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഹേ ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നൊക്കെ അല്ല, അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഗൈസ്. ഇതാ ഹേ ബ്രോ എന്ന് October 30 അയച്ചിട്ടുണ്ട്. യെസ് ഡിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട്. 3 വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ അല്ല, 2 വർഷം മുന്നേ. അതും കൂടി പറ, ടൈം പീരീഡും കൂടി പറഞ്ഞോനാ. ഞാൻ പറഞ്ഞത് പാസ്റ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് പാസ്റ്റ് എന്ന്. ബിഗ് ബോസിൽ പോയ ഞാൻ എന്നെ ജനമല്ലേ ജയിപ്പിച്ചത് ആണ്. അതിനെന്താ? ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത്. അതിനിപ്പോ എന്താ? അതിന് നിന്നെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിൽ ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയാലും ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖില. കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക് ആദ്യം. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉഡായിപ്പ് ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉഡായിപ്പ് ക്രിപ്റ്റോ. ഒരു തെളിവ്. ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകള് ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചർച്ച ആയിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലേ. പറഞ്ഞോ. ഞാൻ USDT ഇടലുണ്ട്, ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട്, ഞാൻ പല കോയിനിലും. ഇതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ? ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ച ഒരു കാര്യം പറ. നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം. അല്ലല്ല, PR എടുക്കട്ടെ. വിഷയം മാറ്റല്ലേ, തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്ക്. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ. ഞാൻ ക്രിപ്റ്റോയില് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അത് എന്റെ നഷ്ടമല്ലേ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിന്റെ ഈ തള്ളും നിന്റെ യഥാർത്ഥ അവസ്ഥ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പറയൂ മാരാറെ, പറയൂ. ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. നിനക്ക് റൂട്ടറുമായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ലേ? ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ. ഞാൻ പറഞ്ഞത് നിനക്ക് നീ കിട്ടുന്ന സ്ട്രീമിംഗ് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്. നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ
അതന്നെയല്ലേ നടക്കാൻ പോകുന്നത് അഖിലെ. നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും അല്ലേ? മോനെ ഒരു മിനിറ്റ്, നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു യൂണിവേഴ്സിൽ കിടന്ന് എന്തോ കാണിച്ച് ജീവിക്കുന്ന നീ ഒന്നും കേരള പൊതുസമൂഹമായിട്ട് നീയും ഞാനല്ലോ